മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മളുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ജഡശരീരം അവർ മരിച്ചതിന് ശേഷം ആ ശരീരം കുളിപ്പിച്ച് നല്ല കോടി തോർത്തമുണ്ട് അല്ലെങ്കിൽ വസ്ത്രം കൊണ്ട് പൊതിഞ്ഞ് 3 കെട്ട് കെട്ടിയിട്ട് അഗ്നിയിൽ വെച്ച് ദഹിപ്പിക്കുക. ശരിക്ക് ആ കർമ്മത്തിനൊരു പേരുണ്ട്. ചിതയില് ഡെഡ് ബോഡി കത്തിക്കുന്നതിൻ്റെ പേര് അന്ത്യേഷ്ടി. മരണാനന്തര കർമ്മത്തിൽ ഏറ്റവും വലുതാണ്, ഏറ്റവും ഉജ്ജ്വലവുമാണ് അന്ത്യേഷ്ടി. അന്ത്യേഷ്ടി കർമ്മങ്ങള്, അന്ത്യം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ്, ഇഷ്ടി എന്ന് വെച്ചാൽ യാഗം. അന്ത്യേഷ്ടി അവസാനത്തെ യാഗമാണത്. ഒരു വ്യക്തിയുടെ 16 അഥവാ ഷോഡശ സംസ്കാരങ്ങളിൽ 16ാമത്തേതാണ് നമ്മൾ പറയുന്ന അന്ത്യേഷ്ടി, ശവസംസ്കാരം. യഥാർത്ഥത്തിൽ അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, അഗ്നി 7 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടെന്നാ പറയാം. അഗ്നിയെ വിബ്ജിയോർ എന്ന് പറയുന്ന 7, സപ്തഹസ്ത ചതുശൃംഗ സപ്തജിഹ്വോതി ശീർഷക സ്വാഹാന്തു ദക്ഷിണേ പാർശ്വേ സ്വദാ വാമാംസ്തധാപരേ. സപ്തഹസ്ത 7 കൈകളാണ് അഗ്നിക്കുള്ളത്. 7 നാവുകളാണ് അഗ്നിക്കുള്ളത്. അതിൽ 7ാമത്തെ നാവ് അല്ലെങ്കിൽ 7ാമത്തെ കൈ എന്ന് പറയുന്നത് ക്രവ്യാഗ്നി എന്നാ പറയുക. അതിന് അന്ത്യക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന അഗ്നി. 7 ഭാഗങ്ങളുള്ള അഗ്നിയില് 6 ഭാഗങ്ങള് യാഗകർമ്മങ്ങള്, സോമയാഗം, പുത്രകാമേഷ്ടി യാഗം, അശ്വമേധ യാഗം, അങ്ങനെ രാജസൂയ യാഗം, പിന്നെ ഹോമങ്ങള്, ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, തിലഹോമം, ഇതെല്ലാം നടത്താൻ ഉപയോഗിക്കുന്നത് 7 ഭാഗങ്ങളുള്ള അഗ്നിയിലെ 6 ഭാഗങ്ങളാണ്. സാധാരണഗതിയിൽ അഗ്നിയില് നമ്മള് ഏതെങ്കിലും ഹോമം നടത്തുമ്പോൾ, ഗണപതി ഹോമം നടത്തുമ്പോൾ അഗ്നിയെ കുണ്ടത്തിൽ ആവാഹിച്ചിട്ട് ദർഭപ്പുല്ല് നടുക്ക് വളച്ച് കത്തിച്ച് അതിൽ ക്രവ്യാഗ്നിയെ ഒഴിഞ്ഞു മാറ്റും. കാരണം അത് ശവശരീരം ദഹിപ്പിക്കാനുള്ള ഭാഗമാണ് അഗ്നിയുടെ. ബാക്കി 6 ആത്മീയ കർമ്മങ്ങൾക്കുള്ളതാണ്. ശവസംസ്കാരം നടത്താനുള്ള അഗ്നി ലോവർ ക്വാളിറ്റി ആണെന്ന് അർത്ഥമൊന്നും അതിനകത്തില്ല. എന്നാലും അത് വേറെ, ഇത് വേറെ. ശ്മശാനത്തില് ചിതയ്ക്ക് തീ കൊളുത്തുമ്പോ 6 ഭാഗത്തെ മാറ്റി ക്രവ്യാഗ്നി, അന്ത്യക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ക്രിയാഗ്നി ആണ് ഉപയോഗിക്കുക. ആ അഗ്നിയിലാണ് ജഡശരീരം കത്തിക്കുക. അഗ്നിയിൽ കത്തിക്കുന്നത് കൊണ്ട് ഏറ്റവും വലിയ ഗുണം എന്താ അറിയാമോ? ഞാൻ ധാരാളം ക്രൈസ്തവരോടും മുസ്ലിങ്ങളോടും പറയാറുണ്ട്. നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അവരെ പെട്ടിയിലാക്കിയോ അല്ലാതെയോ മണ്ണിൽ കുഴിച്ചിടുമ്പോ അതിങ്ങനെ പുഴുവരിച്ചിട്ടാണ് അത് ഇല്ലാതെയാവുന്നത്. അല്ലെങ്കിൽ ചീഞ്ഞ് നാറി പുഴുത്ത് അങ്ങനെ അച്ഛൻ്റെ ശരീരം, അമ്മയുടെ ശരീരമൊക്കെ ഇല്ലാതെയാവുന്നത്. എന്നാലും ഇത്രയും ഫാറ്റും പ്രോട്ടീനും ഒക്കെ വർഷങ്ങളോളം കുഴിച്ചിട്ട സ്ഥലത്ത് ഉണ്ടാവും. അതിനു പകരം ഒന്ന് അഗ്നിയിൽ കത്തിച്ചു എന്ന് വിചാരിക്കാം, ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചാരമായി മാറും. ഭൂമിക്കും ഒരു തരത്തിലും അതൊരു പ്രശ്നം ഉണ്ടാക്കില്ല. അതുപോലെ തന്നെ തിന്മകള് അന്തരീക്ഷത്തിലും ഉണ്ടാവില്ല. രോഗാണുക്കൾ ഉൾപ്പെടെ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ എല്ലാം കത്തിച്ചാമ്പലാകുന്ന അവസ്ഥയാണ്. ഞാൻ പറയാൻ വന്നത്, ഈ ക്രവ്യാഗ്നിയില് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവിന്റെ ശരീരം
കത്തിക്കുന്ന സമയത്ത് അവസാനം തീ കൊളുത്തുന്നതിന് മുമ്പ് മൂത്ത മകൻ, എൽഡസ്റ്റ് സൺ, ദർഭപ്പുല്ലുകൊണ്ട് തൊട്ട് ഈ ശവശരീരത്തോട് പറയുന്ന ഒരു വേദമന്ത്രമുണ്ട്. ശവശരീരത്തോട് പറയുന്ന വേദമന്ത്രമാണ്. 4 വരിയേ ഉള്ളൂ, ചെറിയ 4 വരികൾ. അത് കഴിഞ്ഞൊരു 4 വരി അഗ്നിയോട് പറയുന്ന അഭ്യർത്ഥനയുണ്ട്. എന്താണെന്നറിയാമോ? ദർഭപ്പുല്ല് കൊണ്ട് തൊട്ട് ഈ ഡെഡ് ബോഡിയോട് പറയുന്നത്, വായുരനിലമൃതമതേദം ഭസ്മാന്തം ശരീരം ഓം സ്മര കൃതോ സ്മര കൃതം സ്മര കൃതോ സ്മര. വളരെ ധന്യമായിട്ടുള്ളൊരു മന്ത്രാണത്. വായുവും അഗ്നിയും അമരത്വമുള്ള ജീവനും കൊണ്ട് നിറഞ്ഞിരുന്ന ഈ ശരീരം ഭസ്മാന്തം ഇനി ഭസ്മമാകാൻ പോവുകയാണ്. വായുവും അഗ്നിയും അമരത്വമുള്ള ജീവനും നിറഞ്ഞിരുന്ന ഈ ശരീരം അത് ഭസ്മമാകാൻ പോകുന്നു. എന്നിട്ട് ആ ശരീരത്തോട് പറയുകയാണ്, ഉറക്കെ പറയണം ഇത്. ഓം സ്മര, കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർക്കുക. കൃതം സ്മര, ചെയ്ത കാര്യങ്ങളും ഓർമ്മിക്കുക. കൃതോ സ്മര, ഇനി സംഭവിക്കാൻ പോകുന്നത് ഓർമ്മിക്കുക. കൃതം സ്മര, ഇപ്പൊ ചെയ്തതെല്ലാം ചിന്തിക്കുക. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ചിന്തിക്കുക. ഇപ്പൊ എവിടെയാ കിടക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുക. അപ്പോൾ ശരിക്ക് അത് ഡെഡ് ബോഡിയായ അച്ഛനോട്, ഡെഡ് ബോഡിയായ അമ്മയോട് ജീവനുള്ള മകൻ പറയുന്ന മന്ത്രമാണ് എന്നുള്ളത് നമുക്കറിയാം. ഇനി അതിനെ ഒന്ന് തിരിച്ചിട്ട് നോക്കാം. എന്താ തിരിച്ചിടാന്ന് പറഞ്ഞാല്, ഡെഡ് ബോഡി ആയിട്ടുള്ള അച്ഛൻ അല്ലെങ്കിൽ അമ്മ ജീവനുള്ള മക്കളോട് പറയുകയാണ്, വായുവും അഗ്നിയും അമരത്വമുള്ള ജീവനും കൊണ്ട് നിറഞ്ഞിരുന്ന എന്റെ ശരീരം ഏതാനും നിമിഷങ്ങൾക്കകം ഭസ്മമാകും. ഇന്നലെ വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ നിമിഷവും ശരീരം നിങ്ങളുടെ കൂടെയുണ്ട്. ഏതാനും നിമിഷം കഴിഞ്ഞാല് ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു വരാത്ത വിധത്തില് ശ്മശാനത്തിലെ വെണ്ണീറായിട്ട്, ചാരമായിട്ട് ഞാൻ മാറും. എന്റെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ ഇതേപോലെ മരിച്ച് ഡെഡ് ബോഡി ചിതയിൽ വെച്ച് തീ കൊളുത്താൻ പോകുന്നതിന് മുമ്പ് അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ ഇതേ മന്ത്രം ചൊല്ലിയിട്ടാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ മരിച്ചപ്പോഴും അച്ഛന്റെ അച്ഛൻ ഇതേ മന്ത്രം ചൊല്ലി. എന്റെ അച്ഛന്റെ അച്ഛൻ മരിച്ചപ്പോഴും എന്റെ അച്ഛൻ ഇതേ മന്ത്രം ചൊല്ലി. ഞാൻ മരിക്കുമ്പോ എന്റെ മകനായ നീയ് അല്ലെങ്കിൽ മക്കളായ നിങ്ങളെല്ലാവരും ഇതേ മന്ത്രം ചൊല്ലി എന്റെ ചിതയ്ക്ക് തീ കൊളുത്തുന്നു. കാലചക്രം തിരിയുമ്പോൾ നിങ്ങളും ഇതേപോലെ ചിതയിൽ കിടക്കേണ്ടി വരും. അന്ന് നിങ്ങളുടെ മക്കള് ഇതേ മന്ത്രം ചൊല്ലി ചിതയ്ക്ക് തീ കൊളുത്തും. ഇതേ മന്ത്രം ചൊല്ലി ചിതയ്ക്ക് തീ കൊളുത്തും. അപ്പൊ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർക്കുക, ഇപ്പോൾ ഉള്ളതിനെക്കുറിച്ച് ഓർക്കുക, ഇനി സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ഓർമ്മിക്കുക. നമുക്കെല്ലാവർക്കും നല്ല രീതിയിൽ പ്രയോഗിക്കേണ്ടതായിട്ടുള്ള ധന്യമായിട്ടുള്ളൊരു വേദമന്ത്രായത്. യജുർവേദത്തിന്റെ 40-ാം അധ്യായമായ ഈശാവാസ്യോപനിഷത്തിലെ 17-ാമത്തെ മന്ത്രമാണ്. 18 മന്ത്രമേ ഉള്ളൂ, 17-ാമത്തെ. ആ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാല് പിന്നെ ശ്മശാനത്തില് കരയാനുള്ള അവകാശമുണ്ട്. അത്രയും നേരം കരയരുതെന്നാ പറയാ, പിടിച്ചു നിൽക്കണം. പിന്നെ കരഞ്ഞുകൊണ്ട്, കരച്ചിൽ വരുന്നില്ലെങ്കിൽ വേണ്ട, പിന്നെ കൈകൂപ്പിയിട്ട് ആ ചൂട്ടിൽ തീ കത്തിച്ച് ചിതയ്ക്ക് തീ കൊളുത്താൻ പോകുമ്പോ പറയുന്നൊരു മന്ത്രമുണ്ട്. അത് 18-ാമത്തെ മന്ത്രം, യജുർവേദത്തിന്റെ അവസാനത്തെ മന്ത്രാണത്. അഗ്നി
നയസുപദാരായി അസ്മാൻ വിശ്വാനി ദേവ വയുനാനി വിദ്വാൻ യുയുദ്യസ്മജ്ജുഹുരാണമേനോ ഭൂയിഷ്ടാം തേ നമ ഉക്തിം വദേമ. അല്ലയോ അഗ്നിദേവ, ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന എൻ്റെ പിതാവ് മാതാവ് ഇന്ന് ജീവൻ വെടിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ശരീരം അല്ലയോ അഗ്നിദേവ നിന്നെ ഏൽപ്പിക്കുന്നു. മരണാനന്തരമുള്ള യാത്ര ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ധന്യമായി എത്തിക്കേണ്ടിടത്ത് എത്തിക്കാനുള്ള പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ മക്കളായ ഞങ്ങൾ ചെയ്യുന്നു. അഗ്നേ നയ സുപധാരായേ അസ്മാൻ, ഞങ്ങളുടെ ബന്ധുവായിട്ടുള്ള അച്ഛനെ സുപധാരായി നല്ലൊരു വഴിയിലൂടെ നടത്തിയാലും അവിടം വരെ മക്കൾക്ക് റോളുള്ളൂ. അത് കഴിഞ്ഞ് അവസാനത്തെ കൊള്ളിയും ഇട്ടിട്ടാണ് നമ്മൾ തിരിച്ചു വരിക. അവസാനത്തെ കൊള്ളി എന്തിനാണെന്നറിയാമോ? നീ എനിക്കെന്തെങ്കിലും കടം തരാനുണ്ടെങ്കിൽ ഇതോടുകൂടി തീരുന്നു. ഞാൻ നിനക്കെന്തെങ്കിലും തരാനുണ്ടെങ്കിലും കൊള്ളിയിടൽ കർമ്മത്തോടുകൂടി തീരുന്നു. ബാക്കിയുള്ളതൊക്കെ പിന്നീട് എല്ലാം അവസാനിക്കും. നമ്മൾ ദേഷ്യത്തിൽ പറയാറുണ്ട് നിന്റെ 16 അടിയന്തരം കഴിക്കുന്ന അതിതാണ്. പിന്നെയും ദേഷ്യത്തിൽ മധ്യ കേരളത്തിൽ പറയാറുണ്ട് ഞാൻ നിന്റെ കൊള്ളിയിട്ടേ മടങ്ങുള്ളൂ എന്ന്. അതായത് നിന്റെ മരണത്തിൽ അവസാനത്തെ വിറക് ഞാൻ ഇട്ടേ മടങ്ങുള്ളൂ എന്ന് വാശി കൊണ്ട് പറയുന്ന വാക്കുകളാണിതെല്ലാം. പക്ഷെ ഓർമ്മിക്കുക, എല്ലാവർക്കും ഇതുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ സന്തോഷത്തോടുകൂടി ഞാൻ ആഗ്രഹിക്കാറുണ്ട് ക്രൈസ്തവരും മുസ്ലിങ്ങളും മണ്ണില് അവരുടെ പ്രിയപ്പെട്ട ബന്ധുക്കൾ അവരുടെ ശരീരം പുഴുത്ത് ചീഞ്ഞ് നാറി അലിഞ്ഞു ചേരുന്നതിന് പകരം അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും എല്ലാം ഒരു 70-75% വ്യക്തികളും ക്രിമേഷൻ ഇലക്ട്രിക് ക്രമറ്റോറിയത്തിലാണ്. ഇലക്ട്രിസിറ്റി ആയാലും ശരി വിറകായാലും ശരി രണ്ടും തീ തന്നെയാണ്, ഹീറ്റർ തന്നെയാണ്. അതിലേക്ക് കൂടി മാറണം. ആ വിഷയം പറയാനല്ല ഞാൻ ഇത് പറഞ്ഞത്, ഞാൻ ജസ്റ്റ് കൂട്ടത്തിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഈ 2 മന്ത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ പാസ്റ്റ്, ജീവിതത്തിൻ്റെ പ്രസന്റ്, ജീവിതത്തിൻ്റെ ഫ്യൂച്ചർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളിവിടെ പെർമനൻ്റ് അല്ല. നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എത്ര കാലം ജീവിക്കുന്നു അത്രയും കാലം ധന്യമായി ജീവിക്കണം എന്ന്. പ്രണാമം, നമസ്കാരം.